ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ഉടൻ പൂർത്തിയാകും. അമൃത് ഭാരത് പദ്ധതി പ്രകാരമാണ് നവീകരണം. ഈ മാസം അവസാനത്തോടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇടക്കാലത്ത് മന്ദഗതിയിലായിരുന്ന നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായി. അമൃത് ഭാരത് പദ്ധതി പ്രകാരം 10.761 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. 2023 നവംബറിലായിരുന്നു നവീകരണത്തിന് തുടക്കം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പണി പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. നിലവിലെ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ നവീകരണം അന്തിമഘട്ടത്തിലാണ്. ഇവിടെ മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ പാർക്കിംഗ് കേന്ദ്ര നിർമ്മാണവും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. സ്റ്റേഷന്റെ മുൻവശം നവീകരിക്കുന്ന ജോലികളും അന്തിമഘട്ടത്തിലാണ്. പ്ലാറ്റ്ഫോമുകളിലെ മേൽക്കൂര നവീകരണവും പൂർത്തിയാകുന്നു. നേരത്തെ മേൽക്കൂരകളില്ലാത്ത ഭാഗങ്ങളിൽ 16 മീറ്റർ നീളം വീതമുള്ള മേൽക്കൂരകളാണ് നിർമ്മിക്കുന്നത്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സ്റ്റേഷന്റെ മുഖം മിനുക്കൽ, പ്ലാറ്റ്ഫോമുകളിലെ മേൽക്കൂര വിപുലീകരണം, പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നവീകരണം, വിപുലീകരണം, ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ശുചിമുറികൾ, ചെറുഭക്ഷണശാലകൾ, സ്റ്റേഷനു മുൻവശത്തെ റോഡുകളുടെ നവീകരണം എന്നിവയാണ് നടപ്പാക്കുന്നത്. പാലക്കാട് സ്റ്റേഷനിൽ 16 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം 20 കോടിയോളം രൂപ വരുമാനമുണ്ടാക്കിയതോടെ ഒറ്റപ്പാലം സ്റ്റേഷന്റെ ഗ്രേഡ് ഉയർത്തപ്പെട്ടിരുന്നു. റോയൽ സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ നേടൂ 5 ഭാഗ്യ ജോഡികൾക്ക് 4 ദിവസത്തേക്ക് മലേഷ്യ, കോലാലംപൂർ വിദേശയാത്ര. റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.